ഷൈനിക്ക് ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നുവെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഭർത്താവ് നോബിയുമായുള്ള വിവാഹമോചന കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിനിടയിലാണ് ഷൈനിയുടെയും പെൺമക്കളുടെ മരണവാർത്ത എത്തിയത്. നോബിയുടെ കുടുംബം കരിങ്കുന്നം പോലീസിന് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു തൊടുപുഴയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാമെന്ന ധാരണയിൽ ഒടുവിലെത്തിയത്. ഷൈനിയുടെ സ്വന്തം വീട്ടിൽ 3 മണിക്കൂർ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത്. വെള്ളിയാഴ്ചയാണ് നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ഷൈനിയും മക്കളായ ഇവാനെയും അലീനയും ആത്മഹത്യ ചെയ്തത്. സംഭവത്തെക്കുറിച്ച് നോബിയുടെ കുടുംബത്തെക്കുറിച്ചും വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത്. ഇത്തരത്തിൽ സുപ്രീം കോടതി അഭിഭാഷകയായ ദീപ ജോസഫ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. നോബിയുടെ സഹോദരനായ പള്ളി വികാരിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ശരിക്കും ഈ പോസ്റ്റുകൾ എന്നത്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ടു വാവിട്ട് കരയാതിരിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ലോഹധാരി ഷൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തന്റെ പെൺമക്കളെയും കൂട്ടി ഭർത്തൃ വീട്ടിൽ നിന്നും ഷൈനി ഓടിപ്പോയത്. ലോഹയ്ക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലാക കുഞ്ഞുങ്ങളെയും എന്നേക്കുമായി അമ്മ രക്ഷപ്പെടുത്തുകയായിരുന്നു. അയാളുടെ കാമക്കേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണം കൊണ്ട് അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ ശരിക്കും അനുവദിച്ചില്ല. ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ ചെയ്തത് കള്ളും മോന്തി സഹോദരന്റെ വാക്ക് കേട്ട് ഈ പാവ പെണ്ണിനെ ഉപദ്രവിക്കുകയായിരുന്നു. അവൾ അങ്ങനെ നിശബ്ദയായി. അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരിക തന്നെ വേണം. കുപ്പായം ഊരി തന്റെ അസുഖം മാറ്റാൻ ഉള്ളതിന് പകരം പാവം ഒരു പെണ്ണിനെ കൊല്ലാതെ കൊല്ലുകയാണ് അയാൾ ചെയ്തത്. ഒപ്പം 2 കുരുന്നുകളെയും കൊന്നു. സത്യം യഥാർത്ഥത്തിൽ ജയിക്കണം.